എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു. എല്ലായിടത്തും മഞ്ഞൊക്കെ ഉണ്ട്, ചുമ, പനി എല്ലാം ഉണ്ടെന്ന് പറയണ കേൾക്കണ്ട കേട്ടോ. ഇവിടെ വലിയ പൊല്യൂഷനാണ് ഇവിടെ എറണാകുളത്ത്, അല്ലാണ്ട് മഞ്ഞൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. രാവിലെ തന്നെ ജൂലി വന്നിട്ടുണ്ട്, കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ വരണത്, 7:30 ആവണു. ഭക്ഷണം തരാട്ടോ ജൂലി, ഇപ്പോൾ തരാട്ടോ. അപ്പുറത്ത് വരണേ, അവൻ്റെ പാത്രമൊക്കെ അപ്പുറത്തിരിക്കുകയാണ്, അപ്പുറത്ത് വാട്ടോ. ഇവിടെ അമ്മണിക്കുട്ടി ഇരിക്കുന്നുണ്ട്. വിഷമിച്ചിട്ട് റോസാപ്പൂവും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. റോസാപ്പൂവിനൊരു മുരടിപ്പ്, അതിനൊരു ട്രിക്കുണ്ട്, അത് അടുത്ത വീഡിയോ പറയാം കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. ചെത്തിപ്പൂവൊക്കെ കൊഴിഞ്ഞു തീർന്നു, ഇതെല്ലാം നമുക്ക് മുറിച്ച് കളയണം. ഞാൻ മുറിച്ച് കളഞ്ഞു, ഉടനെ തന്നെ മുറിച്ച് കളയുന്നതായിരിക്കും. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പൂച്ചകളുടെ കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ചെടികൾ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് എനിക്കറിയാം, എങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത് പൂച്ചയും നമ്മുടെ ജൂലിയും ഒക്കെയാണ് കേട്ടോ. ജൂലി ഞാൻ വീട്ടിൽ വളർത്തുന്ന ഒരു ഡോഗല്ല, അവൾ എന്നെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് കേട്ടോ. എന്നോട് അപ്പുറത്തേക്ക് വരാൻ പറഞ്ഞു, അവിടെ അവളുടെ പാത്രം ഇരിക്കണേ. അപ്പുറത്തേക്ക് വാട കൂട്ടാ. ഇവിടെയുള്ള ഒരു പൂച്ചകൾ പോലും, ഞാൻ ഇവിടെ ഒരു പൂച്ചയെ വളർത്തി അതിന് മക്കളുണ്ടായി അങ്ങനത്തെ പൂച്ചകളൊന്നും അല്ല കേട്ടോ. എവിടെ നിന്നൊക്കെയോ വരണു, അവരിവിടുന്ന് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ കിടക്കും, ചിലപ്പോൾ തിരിച്ചു പോകും. ആരും അങ്ങനെ അകത്ത് കയറാറില്ല, കുഞ്ഞിപ്പെണ്ണ് മാത്രമേ അകത്ത് കയറാറുള്ളൂ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവർ നേരത്തെ എൻ്റെ കുഞ്ചപ്പനൊക്കെ അകത്ത് കിടക്കുമായിരുന്നു, അവനൊക്കെ അങ്ങനെ മരിച്ചു പോയി. എപ്പോഴും നമുക്ക് ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ വരും, അങ്ങനെയാണ്, അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് പുതുതായി കിട്ടിയ ഒരാളാണ്, അത് കാരണം കുറേ പേര് പിണങ്ങിയും പോയി. അതാണിന്ന് പറയാൻ പോണത് കേട്ടോ. പൂച്ചകളുടെ വിശേഷത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത്. പുതിയതായിട്ട് വന്നേക്കണ ആളൊരു ഗുണ്ടുമണി സുന്ദരക്കുട്ടനാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും, ഇതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ചെടികൾ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ മക്കളെ, ഇതാ ചെടികൾ ഞാൻ കാണിക്കുന്നുണ്ട്, അതൊക്കെ കണ്ട് ബാക്കിയും കൂടി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ചെടിയുടെ ഇലകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്, എന്താ കാര്യം എന്നറിയില്ല. ഇതൊക്കെ റെഡിയാക്കാനുണ്ട്, കുറേ പണികളുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. പുതിയൊരു സംഭവമാണ് ഹൈപ്പ്, അത്ര പുതിയതല്ല, കുറച്ച് നാളായി വന്നിട്ട്. ഞാൻ പറയാറില്ലേ, പക്ഷെ അത് ഹൈപ്പൊക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. പുതിയതായി വന്ന ആളാണ് നമ്മുടെ ചിണ്ടൻ കുഞ്ഞ്. അവനെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിശദീകരിച്ച് പറയാം, ഷോർട്ട് വീഡിയോയിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പള്ളിയിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പള്ളിയിലത്തെ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല പരിചയം കേട്ടോ. ചേച്ചിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ദേ നിങ്ങളുടെ അമ്മണിയുടെ അല്ല, അവളെ അവർക്ക് പേരറിയില്ലല്ലോ, നിങ്ങളുടെ പൂച്ചയുടെ കുട്ടി ഇതേ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അമ്മണിയുടെ കുട്ടികളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചെന്ന് എൻ്റെ കയ്യിലേക്ക് തന്നപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അമ്മണി പ്രസവിച്ചിട്ട് ഒരു 7 ദിവസത്തെ ആയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെന്താ, അമ്മണിയുടെ കുഞ്ഞ് ഇത്രയും വലുതോ, ഇവരെന്താ വല്ല ഘടോത്കജനുമാണോ, പെട്ടെന്ന് വളർന്ന് വലുതായോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞു അമ്മണി ഇതിനെ നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് അമ്മയുടെ കുട്ടിയല്ല, എന്നാലും ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. അവിടെ ബുധനാഴ്ച കഞ്ഞി ഉണ്ടാക്കുകയാണേ, അപ്പോൾ കഞ്ഞിലേക്ക് ഒരു ചാടുന്ന അവർക്ക് പേടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന്, അപ്പോൾ ഒരു ആൺപൂച്ചക്കുട്ടിയാണ്, നല്ല സുന്ദരനാണ്, പഞ്ഞിക്കട്ട പോലെയാണ്. അതുകൊണ്ട് 2 പേര് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അമ്മണിക്കും പിണക്കം, അമ്മണിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനും പിണക്കം. കുഞ്ഞിപ്പെണ്ണി ഇപ്പോൾ അകത്തൊന്നും കിടക്കണില്ല കേട്ടോ, ദേഷ്യപ്പെട്ട് പോയി. ഭക്ഷണം മാത്രം രാവിലെ കഴിച്ചിട്ട് പോകും. അങ്ങനെ നമ്മുടെ കുഞ്ഞിച്ചക്കൻ ഇങ്ങനെ സുന്ദരക്കുട്ടനായിട്ട് ഇവിടെ ഓടിക്കളിക്കുക, ശരിക്കും ഒരു പഞ്ഞി പോലെ കേട്ടോ. എന്ത് രസമാണെന്നറിയോ അവനെ. പണ്ട് എനിക്കൊരു കുഞ്ചപ്പൻ ഉണ്ടായിരുന്നു, അവൻ്റെ അതേപോലെ നല്ല സ്വർണ്ണത്തിന് നിറന്ന് പറഞ്ഞ പോലെ കേട്ടോ. ആ ബ്രൗൺ കളറ് നല്ല ഭംഗിയാണ്, വീഡിയോയിൽ കാണേക്കാൾ സുന്ദരനാണ് നേരിട്ട് കാണുമ്പോൾ. അങ്ങനെ അവനെ മിന്നുക്കണ്ടനെ പേടിച്ചിട്ട്, എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, മിന്നുക്കണ്ടനെ പേടിച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കാണ് അകത്ത്, വാതിലും ജനലൊക്കെ അടച്ചു വെച്ചേക്കാം കേട്ടോ. അവനാണെങ്കിൽ എന്ത് സ്നേഹമാണെന്നറിയോ, എൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പൂച്ചകൾക്കൊരു കുഴപ്പമെന്ന് വെച്ചാൽ, അവരെ നമ്മൾ സ്നേഹിച്ച് വളർത്തുമ്പോൾ വേറൊരു പൂച്ച വരുമ്പോൾ അവർ നമ്മൾക്ക് ഇഷ്ടമില്ലാണ്ട് ഇവിടുന്ന് പോകും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ ഇപ്പോൾ പിണങ്ങിയിരിക്കുന്നത്, പക്ഷേ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കളി കണ്ടിരിക്കുമ്പോൾ സമയം പോണത് അറിയില്ല കേട്ടോ. പാവം കുട്ടിയാണ് അവൻ. വേവിച്ച മീൻ, മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച മീനാണ് കൊടുക്കുന്നത്. പിന്നെ പാല് നല്ല തിളപ്പിച്ച പാല് തന്നെയാണ് കൊടുക്കുക കേട്ടോ. എനിക്കറിയാം, വർഷങ്ങളായിട്ട് ഞാൻ പൂച്ചകളെ വളർത്തുന്നതാണ്, അതുകൊണ്ട് എനിക്കെല്ലാം നന്നായിട്ട് അറിയാം കേട്ടോ. എൻ്റെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൂച്ചക്കുട്ടൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചെടികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഇവനുള്ളതുകൊണ്ട് സമയം പോണത് അറിയണില്ല, എന്താ പറയുക, എപ്പോഴും ഇവൻ്റെ പുറകെ നടക്കണം, ഇവന് ഫുഡ് കൊടുക്കണം. ഇവനെ പേടിച്ചിട്ട് വേറെ പൂച്ചകൾ ഇവനെ കടിക്കുമോ, പെൺപൂച്ചകൾക്കും അവനെ ഇഷ്ടമില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ചെടികളെയും മൃഗങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുക. എല്ലാവർക്കും ടാറ്റാ.